പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ ഇൽമു കൊണ്ടാണ്. അതാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമു എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന് ജീവനില്ല. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അന്ത്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നമുക്ക് വേണ്ടി ഇട്ടേച്ചു പോയ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, അതേപോലെ തന്നെ ആലിമീങ്ങൾ ആ ഇൽമിനെ നമ്മിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പരിശുദ്ധ പ്രവാചകർ പരിശുദ്ധമായ ഇസ്ലാം നമ്മിലേക്ക് പകർന്നു തന്ന അംബിയ മുർസലുകൾക്ക് ശേഷം പണ്ഡിതന്മാർ അത് നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്നു. അതിനെ നാം ഈ ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ പല രൂപങ്ങളിലായി, പല രൂപത്തിലും, പല കോലത്തിലുമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നമ്മിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന് ജീവനില്ല. ഇസ്ലാമില്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിക്കാനുള്ള നമുക്കുള്ള ആ പിന്നോട്ടുള്ള പ്രയാണം നാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരണം. പരിശുദ്ധമായ ദീനിനെ പഠിക്കാൻ നാം മുന്നോട്ട് വരണം. പരിശുദ്ധമായ ദീൻ പഠിക്കാത്തതിൻ്റെ അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികളും മയക്കുമരുന്ന്, കഞ്ചാവ്, അതേപോലെ തന്നെ മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ, അതേപോലെ ഉള്ള മദ്യങ്ങൾ, പല രൂപത്തിലും പേരിലുമുള്ള മദ്യങ്ങൾ കഴിച്ചുകൊണ്ടാണ് പല ആളുകളും വന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പേര് കൊണ്ട് അവൻ മുസ്ലിമാണ്. ഭൗതികമായ പഠനത്തോടുള്ള ഭ്രമം, അതിനോടുള്ള അലച്ച കാരണം നമ്മുടെ കുട്ടികൾ ഭൗതിക കലാലയങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ നിന്നും പല വേണ്ടാത്തരത്തിലും പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. തൊട്ടടുത്ത് മുമ്പ് നാം സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് കണ്ട ഒരു വിഷയം, മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് വന്ന ഒരു മകൻ സ്വന്തം പിതാവിനെയും മാതാവിനെയും വീട്ടിലുള്ളവരെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം നാം അറിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നോക്കിയിരുന്ന ഒരു രോഗിയായ ഉമ്മയെ ഒരു മകൻ ആക്രമിക്കുന്നു, കഴുത്തറുത്ത് കൊല്ലുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ. പരിശുദ്ധമായ ദീൻ പഠിക്കാനുള്ള വെറുപ്പ്, അതിനോടുള്ള ഒരു അകൽച്ച കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാത്തിടത്തോളം കാലം നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവുകയില്ല. ഇപ്പോഴുള്ള മദ്രസകളിലൊന്നും അതിനുള്ള സാഹചര്യവും വളരെ കുറവാണ്. അതിനനുസരിച്ചുള്ള ഉസ്താദുമാരെ വെക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ത്രാണിയുള്ള കമ്മിറ്റിക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്രദമായ നാഫിയ ഇൽമ് കിട്ടാൻ പ്രയാസമാണ്. വളരെ ആക്റ്റീവായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് രക്ഷിതാക്കളും കമ്മിറ്റിക്കാരും. ഉസ്താദുമാർക്ക് അതിൽ റോളുണ്ടെങ്കിലും അതിൽ മുൻകൈയെടുക്കേണ്ടത് അവർ രണ്ടുപേരാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾ വഴിയാധാരമാവാതിരിക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കുകയും റസൂലുള്ളാഹിന്റെ ചര്യകൾ പഠിക്കുകയും
പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഏവരും തയ്യാറാവണം. എല്ലാത്തിടത്തോളം കാലം നമ്മുടെ മക്കൾ നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാനും വഴിയാധാരമാക്കാനും മുന്നിട്ട് വരും. അവരെ കൊണ്ട് കണ്ണുനീർ വാർക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് നാഫിയ ഇൽമു പഠിക്കാൻ, മതവും ഭൗതികപരവുമായിട്ടുള്ള കുറച്ച് ചിട്ടയുള്ള സ്ഥാപനത്തിൽ ആക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ പവിത്രത നിങ്ങൾക്ക് അത് പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അഹ്ലികാരായ ഉസ്താദുമാരെയും ഇൽമിനെയും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കി മാറ്റിത്തരട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.